നമ്മൾ ചില ഫോട്ടോസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില വ്യക്തികളെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഫോട്ടോയെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ചില വയറുകൾ, ഇലക്ട്രിക് കേബിളുകൾ ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് റിമൂവ് ചെയ്യുന്നത് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ പലരും അതിന് മെനക്കെടാറില്ല. പക്ഷേ ഫോട്ടോഷോപ്പിൽ നമുക്കിപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കേബിളുകളും അതുപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള പീപ്പിൾ അല്ലെന്നുണ്ടെങ്കിൽ വ്യക്തികളെ നമുക്ക് ഒരു ഫോട്ടോയിൽ നിന്ന് ഒരു ഒറ്റ ക്ലിക്കിൽ, ഒരു സിംഗിൾ ക്ലിക്കിൽ തന്നെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ചില ഇമേജുകൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇമേജുകളിലൊക്കെ തന്നെയും ചില വ്യക്തികളെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ കുറച്ച് പേർ നടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ദൂരെയായിട്ട് കുറച്ച് വ്യക്തികളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്ത ഒരു പിക്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ 2 വ്യക്തികളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇവിടെ നെക്സ്റ്റ് ഒരു പിക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗാർഡനിൽ നമുക്ക് കുറേയേറെ വ്യക്തികളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഈ ഒരു പിക്ചറിലും നമുക്ക് കുറേ വ്യക്തികളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തികളൊന്നുമില്ലാത്ത ഒരു പിക്ചറാക്കി നമുക്ക് ഈ ഒരു ഫോട്ടോയെ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് ഒരു ഒറ്റ ക്ലിക്ക് കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു പിക്ചർ നോക്കാം. ഇതിൽ കുറച്ച് പേര് നടന്നു പോകുന്നുണ്ട്. ഏതൊരു പിക്ചർ ആണെന്നുണ്ടെങ്കിലും അതിനകത്തൊരു മെയിൻ സബ്ജക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓബ്ജക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മാറ്റേണ്ടത് ഇതിനകത്ത് ഡിസ്ട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളെയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, കുറേ പേര് ഈ പാത്ത് വേയിലൂടെ നടന്നു പോവുകയാണ്. ഇവരെ നമുക്ക് ഒരു സബ്ജക്റ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോയെ ഡിസ്ട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് കുറച്ച് ദൂരെയായിട്ട് നടന്നു പോകുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് അവിടുന്ന് റിമൂവ് ചെയ്ത് കളയണം. അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോയെ ഡിസ്ട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾ അല്ലെന്നുണ്ടെങ്കിൽ പീപ്പിൾ, അവരെ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ റിമൂവ് ടൂളിലേക്ക് പോവുക. ഈ ഒരു റിമൂവ് ടൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓപ്ഷൻസ് ബാറിൽ നമുക്ക് ഒരു പുതിയ ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ അതിന് താഴെ കാണാനായിട്ട് സാധിക്കും. ഒന്ന് വയേഴ്സ് ആൻഡ് കേബിൾസ് എന്ന് കാണാം, അതിന് താഴെ നിങ്ങൾക്ക് പീപ്പിൾ എന്ന് കാണാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ വയേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആളുകളെയാണ് മാറ്റേണ്ടത്. ഡിസ്ട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളെ നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പീപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഫോട്ടോയെ ഡിസ്ട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി സെലക്ട് ചെയ്തു തരും. ഇപ്പോൾ ഇവിടെ നോക്കുക, ദൂരെ നിൽക്കുന്ന ആ ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഓപ്ഷൻസ് ബാറിൽ നിങ്ങൾ ഏറ്റവും റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഈ ഒരു ടിക്ക് മാർക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ടിക്ക് മാർക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ആളുകളെ, ആ വ്യക്തികളെ നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ നിന്ന് റിമൂവ് ചെയ്തു തരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നോക്കുക, ആ ഒരു വ്യക്തികളെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ ആ പഴയ ഫോട്ടോ കാണിച്ചു തരാം. നോക്കുക, ഇവിടെ ആ വ്യക്തികൾ നിൽക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇപ്പോൾ നോക്കുക, ആ വ്യക്തികൾ അവിടെ ഇല്ല, പൂർണ്ണമായിട്ടും അത് നമുക്ക് അവിടെ നിന്ന് മാറ്റി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഏരിയ കൃത്യമായിട്ട് മാച്ച് ചെയ്തും നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോയിൽ മാറ്റം വരുത്തുന്നതിന് മുമ്പ് അതിൻ്റെ ഒറിജിനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എടുത്തതിന് ശേഷം അതിലായിരിക്കണം മാറ്റം വരുത്തേണ്ടത്. അതല്ല, ആ ഒരു ഫോട്ടോയിൽ തന്നെ നോൺ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ആ ഒരു ഒറിജിനൽ ഫോട്ടോയ്ക്ക് മാറ്റം വരാതെ നമ്മൾ ചെയ്യപ്പെടുന്ന ചേഞ്ചസ് ഒക്കെ പുതിയൊരു ലെയറിലായിരിക്കണം വരേണ്ടത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സാമ്പിൾ ഓൾ ലെയേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ ലെയേഴ്സ് പാനലിലേക്ക് വരിക. ഇവിടെ പുതിയ ഒരു ലെയർ ആഡ് ചെയ്യുന്നതിനുള്ള ആഡ് ലെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഒരു പുതിയ ലെയർ ഇവിടെ ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസിൽ വരിക, ദെൻ പീപ്പിൾ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഈ ഒരു ചിത്രത്തിൽ ഏത് ഭാഗത്താണോ മാറ്റം വരുന്നത് ആ ഒരു മാറ്റം വരുന്ന പോർഷൻ പുതിയ നമ്മുടെ ലെയറിലേക്കായിരിക്കും അഫക്റ്റ് ചെയ്യുക. ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുക്കാനായിട്ട് പോവുകയാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഒരു പുതിയ ലെയറിലേക്കാണ് ആ ഒരു മാറ്റം, നമ്മൾ എന്താണോ ചെയ്തത് അത് വന്നിരിക്കുന്നത്. ഞാനൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നോക്കുക, ഇവിടെ നമ്മുടെ ആ ദൂരെ ഉണ്ടായിരുന്ന ആളുകളെ നമ്മൾ കാണുന്നില്ല. ഞാനൊന്ന് ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒറിജിനൽ ഇമേജ് അവിടെ തന്നെ ഉണ്ട്, നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാരെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ചേഞ്ച് ചെയ്ത ആ ഒരു എഫക്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പുതിയ ലെയറിലാണ്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഇമേജ് അവിടെ ഉണ്ടായിരിക്കും. അതിനെ ഒരു നോൺ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്കതിനെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഫോട്ടോയെ ഡിസ്ട്രാക്റ്റ് ചെയ്ത് നിന്നിരുന്ന ആ ഒരു വ്യക്തികളെയാണ് നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞത്. അതേസമയം നമ്മുടെ ഈ ഒരു മെയിൻ സബ്ജക്റ്റിൽ നിന്ന് ഒരാളെ കൂടി നമുക്ക് അതിനകത്തുനിന്ന് റിമൂവ് ചെയ്ത് കളയണം എന്ന് വിചാരിക്കുക.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു സൈഡിൽ നിൽക്കുന്ന വ്യക്തിയെ നമുക്കിതിൽ നിന്ന് റിമൂവ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിമൂവ് ടൂൾ എടുക്കുക. അതിനുശേഷം ആ ഒരു വ്യക്തിയെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോക്കുക, ആ ഒരു വ്യക്തിയുടെ നിഴൽ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ നിഴലും കൂടെ നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങളതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സെലക്ഷൻ അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഏരിയ നമുക്ക് ഫോട്ടോഷോപ്പ് റിമൂവ് ചെയ്ത് തരികയും അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ബാക്കിയുള്ള എലമെൻസുകളെ ഫില്ല് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കുക, ആ സൈഡിൽ നിന്നിരുന്ന വ്യക്തിയെ നമ്മളിപ്പോൾ കാണുന്നില്ല. കൃത്യമായിട്ട് അതിനെ നമുക്ക് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് റിമൂവ് ചെയ്തപ്പോൾ തന്നെ അവിടെ ബാക്കി ഫില്ല് ചെയ്യപ്പെടേണ്ട ഓബ്ജക്ട്സുകളെ അവിടെ ഫില്ല് ചെയ്യുകയും കൂടെ അവിടെ ചെയ്തിട്ടുണ്ട്. നോക്കുക, ഞാൻ പഴയ ആ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പഴയ ഫോട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് അപ്പുറത്തുള്ള എലമെൻസുകളൊക്കെ ഹൈഡാണ്. ഇപ്പോൾ ഈ മരത്തിൻ്റെ ഈ ഭാഗം തൊട്ട് താഴേക്കുള്ള ഏരിയ കാണുന്നില്ല. ഈ ഒരു പുല്ലിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ ഈ മതിലിൻ്റെ കുറച്ച് ഏരിയ ഹൈഡാണ്. അതുപോലെ തന്നെ ഈ ഒരു മരത്തിൻ്റെ കുറച്ച് പോർഷൻസ് നമുക്ക് കാണുന്നില്ല. അതേസമയം നമ്മളിത് റിമൂവ് ചെയ്ത സമയത്ത് നോക്കുക, ആ മരങ്ങളെല്ലാം ഇവിടെ ഫില്ലായിട്ടുണ്ട്. അതുപോലെ ഈ പുല്ല് ഫില്ലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബീഡിങ്ങും അവിടെ ഫില്ലായിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് മാനുവലി ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് റിമൂവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പിക്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ 2 വ്യക്തികളെ നമുക്ക് കാണാവുന്നതാണ്. പിക്ചറിൽ നമുക്ക് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കും ഫോട്ടോഷോപ്പ് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് കാണുക. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ പുറകിലൂടെ നടന്നു പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അൺവാണ്ടഡ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് കരുതപ്പെടുന്നത് ഈ മുമ്പിൽ നടന്നു പോകുന്ന വ്യക്തിയായിരിക്കും. നമുക്കൊന്ന് നോക്കാം. ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസ് കൊടുക്കുക. അതിനുശേഷം പീപ്പിൾ സെലക്ട് ചെയ്യുക. നോക്കുക, പീപ്പിൾ സെലക്ട് ചെയ്ത സമയത്ത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു പിക്ചറിൽ റിമൂവ് ആകാൻ പോകുന്നത് ഈ ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിയെ നമുക്ക് പൂർണ്ണമായിട്ടും അവിടുന്ന് ഫോട്ടോഷോപ്പ് റിമൂവ് ചെയ്തു തരും. ഇനി ഈ ഒരു പിക്ചറിലെ ആ മെയിൻ സബ്ജക്റ്റിനെ കൂടെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആയിട്ട് ആ പിക്ചർ വേണം എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോൺ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആ രീതിയിൽ തന്നെ നമുക്ക് നേരത്തെ ഉള്ള ഇമേജിൽ ചെയ്ത പോലെ തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ലെയർ പാനലിലേക്ക് വരിക, പുതിയ ഒരു ലെയർ ഇടുക. അതിനുശേഷം റിമൂവ് ടൂൾ വെച്ചിട്ട് നമ്മൾ ആ ഒരു ബൗണ്ടറി, നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആ ഒരു ബൗണ്ടറി സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ആ ഒരു ബൗണ്ടറി കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കുക, ഞാൻ ഈ ഒരു ബൗണ്ടറി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫില്ലാക്കുകയും അവിടുന്ന് ആ ഒരു ഏരിയ കൃത്യമായിട്ട് ഫോട്ടോഷോപ്പ് നമുക്ക് റിമൂവ് ചെയ്ത് തരുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കുക, കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു മെയിൻ സബ്ജക്റ്റിനെ കൂടെ നമുക്ക് ആ ഒരു ഫോട്ടോയിൽ നിന്നും റിമൂവ് ചെയ്ത് തന്നിരിക്കുകയാണ്. നമുക്ക് ആ ഒരു ക്ലീൻ ലാൻഡ്സ്കേപ്പ് ആയിട്ട് നമുക്ക് ആ ഒരു പിക്ചർ കിട്ടിയിരിക്കുകയാണ്. നോൺ ഡിസ്ട്രക്റ്റീവായിട്ട് ചെയ്ത കാരണം നമുക്ക് നമ്മുടെ ആ ചേഞ്ചസ് ഈ ഒരു പുതിയ ലെയറിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഇമേജിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ ഈ ഒരു ഗാർഡനിൽ നമ്മൾ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. ഇവിടെ പുതിയ ഒരു ലെയർ ഇട്ടതിന് ശേഷം ഞാനിവിടെ ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസിൽ പോകുന്നു, പീപ്പിൾ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, ഈ ഒരു പിക്ചറിലുണ്ടായിരുന്ന വ്യക്തികളെയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഫ്രണ്ടിലിരിക്കുന്ന വ്യക്തികളും അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ സൈഡിലിരിക്കുന്ന വ്യക്തികളും സെലക്ട് ആയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ റിമൂവ് ടൂൾ ഉപയോഗിച്ച് അവരെ കൂടി ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് സാധിക്കും. അത് നിങ്ങൾ മാനുവലി സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് ഇവിടെ പ്രോസസ്സിംഗ് ഒന്നും നടക്കുകയില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിനെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ഈ ഒരു ടിക്ക് മാർക്ക് ഇടുന്ന സമയത്ത് മാത്രമായിരിക്കും അവിടെ പ്രോസസ്സിങ് നടക്കുക. നോക്കുക, അതിലുണ്ടായിരുന്ന വ്യക്തികളെയെല്ലാം കൃത്യമായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ആ പഴയ ഫോട്ടോ ഒന്ന് നോക്കാം. ആയിരുന്നു നമ്മുടെ ആ ഒരു പഴയ ഫോട്ടോ. അതിലുള്ള വ്യക്തികളെല്ലാം കൃത്യമായിട്ട് റിമൂവ് ചെയ്തു. അതുപോലെ തന്നെ അവിടെ ഫില്ല് ചെയ്യപ്പെടേണ്ട എലമെൻസുകളൊക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് ആ ഒരു പടം പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ചിത്രത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് മെയിൻ സബ്ജക്റ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഈ ആൾക്കാരെല്ലാം ഏകദേശം ഒരേ വലിപ്പത്തിലാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തെ ഡിസ്ട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ വ്യക്തികളെയെല്ലാം നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പുതിയ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസ്, പീപ്പിൾ കൊടുക്കുക. നോക്കുക, ആ ഒരു ഫോട്ടോയിൽ കാണുന്ന എല്ലാ വ്യക്തികളും സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ നിഴൽ വരെ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കുക, ഈ ഒരു വ്യക്തിയുടെ നിഴലിവിടെ കാണാം. അതുപോലെ തന്നെ ഈ വ്യക്തികളുടെ നിഴൽ നമുക്കിവിടെ കാണാം.
അതുപോലെ ഈ ഒരു വ്യക്തിയുടെ നിഴൽ ഇവിടെ കാണാം, ഈ ഒരു വ്യക്തിയുടെ നിഴൽ കാണാം. ഓരോരുത്തരുടെയും നിഴൽ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വേറെ അല്പം ദൂരെയുള്ള ഏതോ എലമെൻസിൻ്റെ വലിയ നിഴലുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ആൾക്കാരെ ഇവിടുന്ന് റിമൂവ് ചെയ്യണം എന്ന് കരുതുക. ഇതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയെ നമുക്ക് റിമൂവ് ചെയ്യേണ്ട എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ആ ഒരു വ്യക്തിയെ മാത്രം നമുക്ക് ഡീസെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് കീബോർഡിൽ ഓൾട്ട് കീ മാക്കിലാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ കീ പ്രസ് ചെയ്ത് പിടിക്കുക. അവിടെ ആ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റിലായിട്ട് പ്ലസ് സിമ്പൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓൾട്ട് കീ പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് അത് മൈനസ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ആരാണോ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടേണ്ടാത്ത വ്യക്തി, ആ വ്യക്തിയെ നമ്മൾ ഡീസെലക്ട് ചെയ്യുക. നമ്മൾ ഓൾട്ട് കീ പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ ആ ഒരു സെലക്ഷൻ നമുക്ക് റിമൂവ് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. ഇനി ആ സെലക്ഷൻ അവിടെ വേണം എന്നുണ്ടെങ്കിൽ ഓൾട്ട് കീ റിലീസ് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ സർക്കിളിൽ പ്ലസ് സിമ്പൽ വരും. ആ സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെലക്ഷൻ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ആ സെലക്ഷൻ നമുക്ക് തൽക്കാലം ഇവിടെ വേണ്ട. അങ്ങനെ ഒരു സെലക്ഷൻ കൂടി നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ ഒരു ടിക്ക് മാർക്ക് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയിരിക്കുന്ന വ്യക്തികളെ അവിടുന്ന് റിമൂവ് ചെയ്യുകയും നമ്മൾ ഡീസെലക്ട് ചെയ്ത വ്യക്തിയെ അവിടെ തന്നെ റീടേൺ ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ആ വ്യക്തികളെ കൃത്യമായിട്ട് നമുക്ക് ആ ഫോട്ടോയിൽ നിന്നും റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഫില്ലാവേണ്ട ഓബ്ജക്ട്സുകൾ അവിടെ കൃത്യമായിട്ട് ഫില്ലായിട്ടുമുണ്ട്. നമുക്ക് ആ ഒരു പഴയ ഇമേജ് ഒന്ന് നോക്കാം. ഇതായിരുന്നു നമ്മുടെ ആ ഒരു പഴയ ഇമേജ്. നമുക്ക് അവരുടെ നിഴൽ സഹിതം അവിടുന്ന് മാറ്റി തന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഈ ഒരു ഭാഗമൊക്കെ ഒന്നും കൂടെ ഒരു പെർഫെക്ഷൻ വരാനുണ്ട്. ഇതൊരു ബീറ്റ വേർഷനിലാണ് ഇപ്പോൾ അവർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോഷോപ്പിൻ്റെ മെയിൻ വേർഷനിലേക്ക് ഈ ഒരു കമാൻഡ്സ് ഒക്കെ അപ്ഡേറ്റ് ആവുന്ന സമയത്ത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ചില ഇലക്ട്രിക് വയറുകളും കേബിളുകളും ഉള്ള ചില പിക്ചേഴ്സ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള കേബിളുകളുള്ള പടങ്ങളും അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള കേബിളുകൾ നിറഞ്ഞതുമായിട്ടുള്ള ചിത്രങ്ങളാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ ഓരോ ചിത്രത്തിലും ഈ ഒരു കമാൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ചിത്രത്തിൽ നോക്കാം, മുകളിൽ 2 കേബിളുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു കേബിളുകൾ നമുക്ക് റിമൂവ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ആദ്യമായിട്ട് നമുക്കിവിടെ ഒരു പുതിയ ലെയർ ആഡ് ചെയ്യാം. അതിനുശേഷം ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസിൽ പോവുക. അതിനുശേഷം വയേഴ്സ് ആൻഡ് കേബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു വയറുകൾ ഡിറ്റക്റ്റ് ചെയ്യപ്പെടുകയും അത് അവിടുന്ന് റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്യും. നോക്കുക, വളരെ സിമ്പിളായിട്ട് ആ ഒരു വയറുകൾ അവിടുന്ന് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് തന്നിരിക്കുകയാണ്. നമുക്ക് ആ പഴയ ഇമേജ് ഒന്ന് നോക്കാം. ഇതായിരുന്നു നമ്മുടെ ആ ഒരു പഴയ കേബിളുള്ള ഇമേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു പിക്ചറിലേക്ക് പോവാം. ആദ്യം കണ്ട പിക്ചറിൽ നിന്നും കുറേയേറെ കേബിളുകൾ നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു പിക്ചറിൻ്റെ ദൂരേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ആ ഒരു കേബിളിൻ്റെ ആ ഒരു പ്രസൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഒരു കേബിളുകൾ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ആ ഒരു പുതിയ ലെയർ ഇവിടെ ഇടാം. അതിനുശേഷം ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസിൽ വയേഴ്സ് ആൻഡ് കേബിൾസ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിന് മുമ്പ് ഇവിടെ ഒരു മോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് പറയാം. ഇവിടെ നമുക്ക് ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്. മേ യൂസ് ജനറേറ്റീവ് AI എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ജനറേറ്റീവ് AI ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതായത് വ്യക്തികളെയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ വയറുകളെയോ നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിന് താഴെയുള്ള ചില എലമെൻസുകളെ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. ഓട്ടോമാറ്റിക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ആ ഒരു ഏരിയ ഡിറ്റക്റ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ആ ഒരു സമയത്ത് നമുക്ക് ഇതിന് താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് കാണാം. ജനറേറ്റീവ് AI ഓൺ, ജനറേറ്റീവ് AI ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷവും AI ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷവും നമുക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ആ സമയത്തും ഇവിടെ പ്രോസസ്സ് നടക്കും, പക്ഷേ അത്ര പെർഫെക്റ്റായിട്ട് വരണം എന്നില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റീവ് AI ഓൺ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്കൊരു പിക്ചറിൽ ജനറേറ്റീവ് AI ഓൺ ആക്കണോ ഓഫ് ആക്കണോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഓട്ടോ കൊടുത്താൽ മതിയാവും. ഓട്ടോ എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസിലെ ബട്ടൺസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഡീഫോൾട്ടായിട്ട് ഓട്ടോ ആയിരിക്കും കിടക്കുക. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളത് മാറ്റമൊന്നും വരുത്തേണ്ട കാര്യമില്ല, ഓട്ടോയിൽ തന്നെ കിടന്നാൽ മതിയാകും. ഇനി നമുക്ക് ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകാം. അതിനുശേഷം വയേഴ്സ് ആൻഡ് കേബിൾസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നോക്കുക, വളരെ ക്ലീനായിട്ട് തന്നെ നമുക്ക് ആ കോംപ്ലക്സ് ആയിട്ടുള്ള വയറുകളൊക്കെ റിമൂവ് ചെയ്ത് തന്നിരിക്കുകയാണ്. ആ ഒരു ഇമേജിനെ വളരെ ക്ലീൻ ആക്കി തന്നിട്ടുണ്ട്. നോക്കുക, ഈ ദൂരേക്ക് നോക്കുക, ഇവിടെയൊക്കെ
വയറുകളുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ആ പഴയ ഫോട്ടോ ഒന്ന് നോക്കാം. നോക്കുക, ആ ഒരു വയേഴ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതൊരു വിഷ്വലി നോട്ട് അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ആ വയറുകളെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞ സമയത്ത് നോക്കുക, വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഇമേജിലേക്ക് പോവാം. ഈ ഒരു ഇമേജിൽ വളരെ കുറച്ച് വയറുകൾ മാത്രമേ ഉള്ളൂ. ക്രോസ് ചെയ്തൊക്കെ പോയിരിക്കുന്ന ചില കേബിളുകളാണ്. നമുക്ക് ഈ ഒരു കേബിളുകളും കൂടെ നമുക്ക് പെട്ടെന്നൊന്ന് മാറ്റാം. ഒരു പുതിയ ലെയർ ഞാൻ ഇടുന്നു. അതിനുശേഷം ഇവിടുന്ന് ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസിൽ വയേഴ്സ് ആൻഡ് കേബിൾസ് ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, അതിലുണ്ടായിരുന്ന കേബിളുകളും നമുക്ക് റിമൂവ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഇതിനകത്ത് കുറച്ച് കോംപ്ലക്സ് ആയിട്ട് ഈ ഒരു ഇലയുടെയൊക്കെ അടിയിൽ കൂടെ പോയിരിക്കുന്ന കേബിളുകൾ ഉണ്ടായിരുന്നു. അതും കൃത്യമായിട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാനതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നോക്കുക, ഞാനിത് പഴയ ആ ഒരു കേബിളുകൾ ഓൺ ചെയ്ത് കാണിച്ചു തരാം. നോക്കുക, ഇതിൻ്റെ താഴെ കൂടെ ഈ ഒരു ഇലയുടെയൊക്കെ സൈഡിൽ കൂടെ വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ടൊക്കെ കേബിളുകൾ പോകുന്നുണ്ട്. ആ ഒരു കേബിളുകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. നോക്കുക, ആ ഒരു കേബിളുകൾ ഇവിടുന്ന് കൃത്യമായിട്ട് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. നോക്കുക, ഇവിടെ ഈ ഒരു ഭാഗത്ത് വളരെ സൂക്ഷിച്ച് നോക്കിയാൽ കാണുന്ന ചില കേബിളുകൾ ഇതിലേ പോയിട്ടുണ്ട്. ആ ഒരു കേബിളുകൾ പോലും നമുക്ക് കൃത്യമായിട്ട് റിമൂവ് ചെയ്ത് തന്നിരിക്കുകയാണ്. നോക്കുക, ഞാനൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. നോക്കുക, ഇതിലെ ഉണ്ടായിരുന്ന ആ കേബിളുകളൊക്കെ കൃത്യമായിട്ട് അത് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു സെലക്ഷനുകൾ വരെ കൃത്യമായിട്ട് ചെയ്യുകയും എയുടെ സഹായത്തോട് കൂടിയിട്ട് അത് നമുക്ക് റിമൂവ് ചെയ്ത് തരികയും ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു ചിത്രം എന്ന് പറയുന്നത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള വയറുകളൊക്കെ ഉള്ള ഒരു പടമാണ്. ഇങ്ങനത്തെ ചിത്രങ്ങളൊക്കെ നമ്മുടെ വർക്കുകളിൽ വരാറുണ്ട്. പക്ഷെ നമ്മൾ അത് റിമൂവ് ചെയ്യുന്നതിനായിട്ട് ഒന്നും സമയം മെനക്കെടുത്താറില്ല. കാരണം ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളാരും അത് മാറ്റാറില്ല. ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ദൂരെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ കേബിളുകൾ വരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പുതിയ ലെയർ ഇട്ടതിന് ശേഷം വയേഴ്സ് ആൻഡ് കേബിൾസ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. റിമൂവ് ടൂളിലേക്ക് പോകുന്നു. അതിനുശേഷം ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസിലേക്ക് വന്നു. ശേഷം വയേഴ്സ് ആൻഡ് കേബിൾസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, കൃത്യമായിട്ട് നമ്മുടെ ആ ഇമേജിൽ നിന്നും ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കേബിളുകളും വയറുകളും റിമൂവ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഇപ്പോൾ ഫോട്ടോഷോപ്പിൻ്റെ ബീറ്റ വേർഷനിലാണ് ഈ ഒരു കമാൻഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. താമസിയാതെ തന്നെ നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ഒറിജിനൽ വേർഷനിലേക്ക് ഈ ഒരു കമാൻഡ്സിൻ്റെ പവർഫുള്ളായിട്ടുള്ള വേർഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായി കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതിനായിട്ട് അതിനോടൊപ്പം തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.